ഹലോ കൂട്ടുകാരെ, വെയ്റ്റ് സെക്സിൻ്റെ ഇന്നത്തെ ടോപ്പിക് ബേസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പഠിക്കാനെടുത്തിരുന്നത് നല്ലൊരു ടോപ്പിക്കായിരുന്നു. വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, അതുപോലെ തന്നെ തുറമുഖങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1910 വരെ, അതുപോലെ തന്നെ പത്രങ്ങൾ മിനിങ്ങാത്ത ടോപ്പിക്കായിരുന്നു. ഇന്നലത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്നത്തെ എക്സാമിന് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 65ഓളം ചോദ്യങ്ങളുണ്ട്. കൃത്യമായി തന്നെ എഴുതുക. സമയം കളയുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖം ഏത്? ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖം ഏത്? രണ്ടാമത്തെ ചോദ്യം, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം. മൂന്നാമത്തെ ചോദ്യം, കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ്? കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? നാലാമത്തെ ചോദ്യം, കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? നല്ലൊരു ചോദ്യമാണിത്. കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. അഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ആറാമത്തെ ചോദ്യം, കർണാടകയിലെ ഏക മേജർ തുറമുഖം ഏതാണ്? കർണാടകയിലെ ഏക മേജർ തുറമുഖം ഏതാണ്? ഏഴാമത്തെ ചോദ്യം, മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി. മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി. എട്ടാമത്തെ ചോദ്യം, മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് തുറമുഖത്തിലാണ്? എട്ടാമത്തെ ചോദ്യമാണ് മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് തുറമുഖത്തിലാണ്? ഒമ്പതാമത്തെ ചോദ്യം, കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഒമ്പതാമത്തെ ചോദ്യമാണ് കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. 11ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് തുറമുഖമാണ്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് തുറമുഖമാണ്? 14ാമത്തെ ചോദ്യം, സൂയസ് കനാൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? 14ാമത്തെ ചോദ്യമാണ് സൂയസ് കനാൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? 15ാമത്തെ ചോദ്യം, തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം. തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല. 17ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം. ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗാവാരമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം.
ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം? 21ാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദൻ ജനിച്ചതെന്ന്? സ്വാമി വിവേകാനന്ദൻ ജനിച്ചതെന്ന്? 22ാമത്തെ ചോദ്യം, ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി? ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി? 23ാമത്തെ ചോദ്യം, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി? 23ാമത്തെ ചോദ്യമാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി. 24ാമത്തെ ചോദ്യം, ആര്യ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം? ആര്യ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം? 25ാമത്തെ ചോദ്യം, ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം? 25ാമത്തെ ചോദ്യമാണ് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. 26ാമത്തെ ചോദ്യം, ധനവും പണവും അധികാരവും അല്ല ആവശ്യം, വിവേകമാണ് എന്ന് പറഞ്ഞതാര്? 26ാമത്തെ ചോദ്യം, ധനവും പണവും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ് എന്ന് പറഞ്ഞതാര്? 27ാമത്തെ ചോദ്യം, ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെ? 27ാമത്തെ ചോദ്യമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെ? 28ാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? 29ാമത്തെ ചോദ്യം, 10 സിദ്ധാന്തങ്ങൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 29ാമത്തെ ചോദ്യമാണ് 10 സിദ്ധാന്തങ്ങൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 30ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? 30ാമത്തെ ചോദ്യമാണ് തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? 31ാമത്തെ ചോദ്യം, ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31ാമത്തെ ചോദ്യമാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 32ാമത്തെ ചോദ്യം, ധ്യാനപ്രകാശ് എന്ന പത്രം ആരുടേതാണ്? ധ്യാനപ്രകാശ് എന്ന പത്രം ആരുടേതാണ്? 33ാമത്തെ ചോദ്യം, സ്വദേശമിത്രം എന്ന പത്രം തമിഴിൽ പ്രസിദ്ധീകരിച്ചത് ആര്? സ്വദേശി മിത്രം എന്ന പത്രം തമിഴിൽ പ്രസിദ്ധീകരിച്ചത് ആര്? 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ മിറർ ആരുടെ പത്രമാണ്? ഇന്ത്യൻ മിറർ ആരുടെ പത്രമാണ്? 35ാമത്തെ ചോദ്യം, ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന ഫിറോസ് ഷാ മേത്തയുടെ പ്രധാന പത്രം? 35ാമത്തെ ചോദ്യമാണ് ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന ഫിറോസ് ഷാ മേത്തയുടെ പ്രധാന പത്രം? 36ാമത്തെ ചോദ്യം, അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചതാര്? അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചതാര്? 37ാമത്തെ ചോദ്യം, കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയ വർഷം? 37ാമത്തെ ചോദ്യം, കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയ വർഷം? 38ാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? 38ാമത്തെ ചോദ്യമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. 39ാമത്തെ ചോദ്യം, INC-യുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? 39ാമത്തെ ചോദ്യമാണ് INC-യുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? 40ാമത്തെ ചോദ്യം,
കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. 40ാമത്തെ ചോദ്യമാണ് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. 41ാമത്തെ ചോദ്യം INCയുടെ ആദ്യ വിദേശ പ്രസിഡന്റ്. INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ്. 42ാമത്തെ ചോദ്യം ഒരു മലയാളി പ്രസിഡന്റായ INC സമ്മേളനം ഏത്? 42ാമത്തെ ചോദ്യമാണ് ഒരു മലയാളി പ്രസിഡന്റായ ആദ്യ INC സമ്മേളനം. 43ാമത്തെ ചോദ്യം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 43ാമത്തെ ചോദ്യമാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 45ാമത്തെ ചോദ്യം സൂററ്റ് പിളർപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര്? 44ാമത്തെ ചോദ്യമാണ് സൂററ്റ് പിളർപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര്? 45ാമത്തെ ചോദ്യം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. 45ാമത്തെ ചോദ്യമാണ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. 46ാമത്തെ ചോദ്യം കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ. 46ാമത്തെ ചോദ്യമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ. 47ാമത്തെ ചോദ്യം ജനഗണമന ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. 47ാമത്തെ ചോദ്യമാണ് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 48ാമത്തെ ചോദ്യം 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ വിദേശി. 48ാമത്തെ ചോദ്യമാണ് 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ വിദേശി. 49ാമത്തെ ചോദ്യം INC നിലവിൽ വന്നതെന്ന്. വർഷവും ഡേറ്റും കൃത്യമായി എഴുതുക. 49ാമത്തെ ചോദ്യമാണ് INC നിലവിൽ വന്നതെന്ന്. 50ാമത്തെ ചോദ്യം INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? 51ാമത്തെ ചോദ്യം INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഈ സംഘടന രൂപീകൃതമായതെന്ന്. 51ാമത്തെ ചോദ്യമാണ് INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഈ സംഘടന രൂപീകൃതമായതെന്ന്. 52ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടതാര്? 52ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടതാര്? 53ാമത്തെ ചോദ്യം സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം. 53ാമത്തെ ചോദ്യമാണ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം. 54ാമത്തെ ചോദ്യം കൊല്ലവർഷം ആരംഭിക്കുന്നതെന്ന്. കൊല്ലവർഷം ആരംഭിക്കുന്നത് എന്ന്. 55ാമത്തെ ചോദ്യം ആദ്യ ജൂതശാസനം പുറപ്പെടുവിച്ച വർഷം. 55ാമത്തെ ചോദ്യമാണ് ആദ്യ ജൂതശാസനം പുറപ്പെടുവിച്ച വർഷം. 56ാമത്തെ ചോദ്യം ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? 56ാമത്തെ ചോദ്യമാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച വിദേശികൾ. 57ാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യ പ്രതി പ്രസിദ്ധീകരിച്ചതെന്ന്. 57ാമത്തെ ചോദ്യമാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യ പ്രതി പ്രസിദ്ധീകരിച്ചതെന്ന്. 58ാമത്തെ ചോദ്യം
അവസാനമായി മാമാങ്കം നടന്ന വർഷം. 58ാമത്തെ ചോദ്യമാണ് അവസാനമായി മാമാങ്കം നടന്ന വർഷം. 59ാമത്തെ ചോദ്യം ഇന്ത്യയുടെ കരച്ചിൽ എന്ന കൃതിയുടെ രചയിതാവ്. 59ാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ കരച്ചിൽ എന്ന കൃതിയുടെ രചയിതാവ്. 60ാമത്തെ ചോദ്യം രംഗഭൂമി എന്ന കൃതിയുടെ കർത്താവാര്. രംഗഭൂമി എന്ന കൃതിയുടെ കർത്താവാര്. 61ാമത്തെ ചോദ്യം കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചതാര്. 61ാമത്തെ ചോദ്യമാണ് കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചതാര്. 62ാമത്തെ ചോദ്യം കിഷൻ ഗംഗ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 62ാമത്തെ ചോദ്യം കിഷൻ ഗംഗ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 63ാമത്തെ ചോദ്യം കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം. 63ാമത്തെ ചോദ്യമാണ് കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം. 64ാമത്തെ ചോദ്യം ബംഗാളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. 64ാമത്തെ ചോദ്യമാണ് ബംഗാളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ നഗരം. 65ാമത്തെ ചോദ്യം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആരുടെ വചനമാണ്. 65ാമത്തെ ചോദ്യം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആരുടെ വചനമാണ്. ഇന്നത്തെ 65 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. PSC നോക്കുന്ന അതേ രീതിയിൽ തന്നെ പേപ്പർ നോക്കുക. നിങ്ങൾ ശരിയാക്കുന്ന ഒരു ചോദ്യത്തിന് 1 മാർക്കും നിങ്ങൾ തെറ്റിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയാക്കിയതിൽ നിന്നും 1 മാർക്കും കുറയ്ക്കുക. ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖം പോർട്ട് ബ്ലെയർ. രണ്ടാമത്തെ ചോദ്യം കൊച്ചി പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. മൂന്നാമത്തെ ചോദ്യം കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 1928. നാലാമത്തെ ചോദ്യം കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവ. ആറാമത്തെ ചോദ്യം കർണാടകയിലെ ഏക മേജർ തുറമുഖം ന്യൂ ബാംഗ്ലൂർ. ഏഴാമത്തെ ചോദ്യം മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സുവാരി നദിയിൽ. എട്ടാമത്തെ ചോദ്യം മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഒമ്പതാമത്തെ ചോദ്യം കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം പാരദ്വീപ്. പത്താമത്തെ ചോദ്യം ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖം. 11ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം നവശേബ. 12ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം. 13ാമത്തെ ചോദ്യം ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. 14ാമത്തെ ചോദ്യം സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചെങ്കടലിനെയും മെഡിറ്ററേനിയനെയും. 15ാമത്തെ ചോദ്യം തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം വിശാഖപട്ടണം. 16ാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി. 17ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചി. 18ാമത്തെ ചോദ്യം ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം വിശാഖപട്ടണം. 19ാമത്തെ ചോദ്യം
ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിച്ച തുറമുഖം? ചബഹാൻ തുറമുഖം. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏകക്കാര ബന്ധിത തുറമുഖം? വിശാഖപട്ടണം. 21ാമത്തെ ചോദ്യം. സ്വാമി വിവേകാനന്ദൻ ജനിച്ചതെന്ന്? 1863 ജനുവരി 12. 22ാമത്തെ ചോദ്യം. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി? രാജ രവിവർമ്മ. 23ാമത്തെ ചോദ്യം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി? ലാല ലജ്പത് റായ്. 24ാമത്തെ ചോദ്യം. ആര്യ സമാജം സ്ഥാപിതമായത്? 1875. 25ാമത്തെ ചോദ്യം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം? മൂൽ ശങ്കർ. 26ാമത്തെ ചോദ്യം. ധനവും പണവും അധികാരവും അല്ല ആവശ്യം, വിവേകമാണ് എന്ന വചനം ആരുടെ? സ്വാമി വിവേകാനന്ദൻ. 27ാമത്തെ ചോദ്യം. ശ്രീരാമകൃഷ്ണന്റെ ആസ്ഥാനം? ബേലൂർ. 28ാമത്തെ ചോദ്യം. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? 1902 ജൂലൈ 2. 29ാമത്തെ ചോദ്യം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. 30ാമത്തെ ചോദ്യം. തെക്കേ ഇന്ത്യയുടെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത്? രാമലിംഗ അടികൾ. 31ാമത്തെ ചോദ്യം. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്? ലാഹോർ. 32ാമത്തെ ചോദ്യം. ധ്യാനപ്രകാശ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? ഗോപാൽ ഹരി ദേശ്മുഖ്. 33ാമത്തെ ചോദ്യം. സ്വദേശി മിത്രം എന്ന പത്രം തമിഴിൽ പ്രസിദ്ധീകരിച്ചത്? ജി സുബ്രഹ്മണ്യ അയ്യർ. 34ാമത്തെ ചോദ്യം. ഇന്ത്യൻ മിറർ എന്ന പത്രം സ്ഥാപിച്ചത്? ദേവേന്ദ്രനാഥ ടാഗോർ. 35ാമത്തെ ചോദ്യം. ഫിറോസ് ഷാ മേത്തയുടെ വളരെ പ്രശസ്തമായ പത്രം? ബോംബെ ക്രോണിക്കിൾ. 36ാമത്തെ ചോദ്യം. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. 37ാമത്തെ ചോദ്യം. കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത്? 1906 കൊൽക്കട്ട സമ്മേളനത്തിൽ. 38ാമത്തെ ചോദ്യം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? 1901 കൊൽക്കട്ട സമ്മേളനം. 39ാമത്തെ ചോദ്യം. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജി സുബ്രഹ്മണ്യ അയ്യർ. 40ാമത്തെ ചോദ്യം. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം? ചെന്നൈ. ചെന്നൈയിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1887. 41ാമത്തെ ചോദ്യം. INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ്? ജോർജ് യൂൾ. ജോർജ് യൂൾ പ്രസിഡന്റ് ആവുന്നത് 1888 അലഹബാദ് സമ്മേളനം. അത് ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക. ആദ്യമായി പ്രസിഡന്റ് ആവുന്നത് ജോർജ് യൂളാണ്. 1888 അലഹബാദ് സമ്മേളനത്തിലാണ് ഒരു വിദേശിയായി ജോർജ് യൂൾ വരുന്നത്. 42ാമത്തെ ചോദ്യം. മലയാളി പ്രസിഡന്റായ ഏക സമ്മേളനം? അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനം നടക്കുന്നത്. സി ശങ്കരൻ നായരാണ് പ്രസിഡന്റായത്. 43ാമത്തെ ചോദ്യം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? 1896 കൊൽക്കട്ട സമ്മേളനം. 44ാമത്തെ ചോദ്യം. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ്.
45-ാമത്തെ ചോദ്യം, നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? 1912 ബങ്കിപ്പൂർ സമ്മേളനം. 46-ാമത്തെ ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ? ഡി സജീവയ്യ. 47-ാമത്തെ ചോദ്യം, ജനഗണമന ആദ്യമായി ആലപിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്? ബി എൻ ദർ. 1911 48-ാമത്തെ ചോദ്യം, 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ വിദേശി? വില്യം വെഡർബേൺ. 49-ാമത്തെ ചോദ്യം, INC നിലവിൽ വന്നത്? 1885 ഡിസംബർ 28 മുംബൈയിലെ ഗോകുൽ തേജ്പാൽ സംസ്കൃത കോളേജിൽ. 50-ാമത്തെ ചോദ്യം, INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 51-ാമത്തെ ചോദ്യം, INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഈ സംഘടന രൂപീകൃതമായതെന്ന്? അതായത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ രൂപീകൃതമായത് 1884. 52-ാമത്തെ ചോദ്യം, INCക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്? ആനന്ദ മോഹൻ ബോസ്. 53-ാമത്തെ ചോദ്യം, സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ ആദ്യ കോൺഗ്രസ് സമ്മേളനം? 1905 ബനാറസ് സമ്മേളനം. 54-ാമത്തെ ചോദ്യം, കൊല്ലവർഷം ആരംഭിക്കുന്നതെന്ന്? AD 825. 55-ാമത്തെ ചോദ്യം, ആദ്യ ജൂതശാസനം പുറപ്പെടുവിക്കുന്ന വർഷം? AD 1000. 56-ാമത്തെ ചോദ്യം, ഡച്ച് കൊട്ടാരം നിർമ്മിച്ച വിദേശികൾ? പോർച്ചുഗീസുകാർ. മട്ടാഞ്ചേരിയിലാണ് ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 57-ാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ആദ്യ പ്രതി പ്രസിദ്ധീകരിച്ചത്? 1678. അത് ഓർത്തിരിക്കാനാണ് എളുപ്പം. 1678. 1678. 58-ാമത്തെ ചോദ്യം, അവസാന മാമാങ്കം നടന്ന വർഷം? 1755. 59-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കരച്ചിൽ എന്ന കൃതി എഴുതിയത്? വള്ളത്തോൾ. 60-ാമത്തെ ചോദ്യം, രംഗഭൂമി എന്ന കൃതിയുടെ കർത്താവ്? പ്രേംചന്ദ്. 61-ാമത്തെ ചോദ്യം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ രചയിതാവ്? സുബ്രഹ്മണ്യ ഭാരതി. 62-ാമത്തെ ചോദ്യം, കിഷൻ ഗംഗ ഡാം സ്ഥിതി ചെയ്യുന്ന നദി? ചലം. 63-ാമത്തെ ചോദ്യം, കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം? പർവ്വതങ്ങൾക്കിടയിലെ ജലാശയം. ഇതൊരു ആവർത്തന ചോദ്യമായിരുന്നു. 64-ാമത്തെ ചോദ്യം, ബംഗാളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം? നവാഖാലി. 65-ാമത്തെ ചോദ്യം, വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വചനമാണ്? വീരേശലിംഗം. ഇന്നത്തെ 65 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. PSC ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് 65 ചോദ്യങ്ങളോളം ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് നാളത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നാളെ നിങ്ങൾ പഠിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഹിമാചൽ പ്രദേശ്, ആസാം. വ്യക്തികൾ MG റാനഡെ, ആത്മാറാം പാണ്ഡുറങ്ങ്. ജില്ല തിരുവനന്തപുരം. നദി പെരിയാർ. ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് തരുന്നത് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പഠിക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ടോപ്പിക്കുകൾ വെച്ച് തരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പുതിയൊരു എക്സാമുമായി വീണ്ടും കാണാം. നന്ദി.